ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും യുണൈറ്റഡ് മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ റോട്ടിലൂടെ ബൈക്ക് ഉപയോഗിച്ചിട്ടും മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അമിതമായ വേഗത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ചിട്ട് നിരവധി പോലീസുകാർ റോഡിൻ്റെ വശങ്ങളിലുമായിട്ട് നിൽക്കുന്നുണ്ടാകും. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മൂലം നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് കാശുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ലീഗലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഹൈവേയിലൂടെയും സിറ്റിയിലൂടെയും പിന്നെ പോക്കറ്റ് റോഡിലൂടെയൊക്കെ നമുക്ക് എത്ര വേഗത്തിൽ പോകാം. ഇതിനെക്കുറിച്ചാണ് ഫ്രണ്ട്സ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്നും വീഡിയോ കാണുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലിലേക്ക് അമർത്തുക. കാരണം ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരാൻ നേരത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. നമ്മൾ റോഡിലൂടെ ബൈക്ക് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പുറകെ ഒരുപാട് ബൈക്കുകളൊക്കെ നല്ല സ്പീഡിലൊക്കെ വന്നിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടാകും. നമ്മളങ്ങനെ ബൈക്ക് ഓടിച്ച് റിലാക്സായി വണ്ടി ഓടിച്ച് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത ബൈക്കുകൾ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ നമ്മുടെ സ്പീഡ് അളക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ സ്പീഡ് നമ്മുടെ വേഗത എത്രയാണെന്ന് അളക്കാനുള്ള മെഷീൻസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വേഗത അളക്കുന്നു. നമ്മൾ ഓവർ സ്പീഡ് ആണെങ്കിൽ നമ്മളെ പിടിക്കുന്നു. അതുമാത്രമല്ല, അവർ നമുക്കെതിരെ ചാർജ് ചെയ്യുന്നതിലും കാര്യമുണ്ട്. കാരണം നമ്മൾ അമിത വേഗത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അപകടം പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ പെട്ടെന്നുള്ള ത്രില്ലിലൊക്കെ നമ്മൾ വളരെ വേഗത്തിലൊക്കെ നല്ല സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കും. അങ്ങനെ ബൈക്ക് ഓടിക്കാൻ നേരത്ത് പെട്ടെന്ന് ഒരാളെ വട്ടം ചാടുകയാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരികയാണെങ്കിൽ നമുക്ക് ആ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവൻ വരെ പോകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്പീഡ് ലിമിറ്റ്സ് റൂൾസൊക്കെ നമ്മുടെ ഇവിടെ നിലവിലുള്ളത്. ഇങ്ങനെ നമ്മൾ സ്കൂളുകളുടെ അടുത്തൂടെ പോകുമ്പോൾ ഒരു 30 to 45 കിലോമീറ്റർ വേഗത്തിൽ വേണം നമ്മൾ പോകാനായിട്ട്. സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും പിന്നെ നമ്മുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഈ സ്പീഡ് ലിമിറ്റ് നിലവിലുള്ളത്. ദെൻ ഫ്രണ്ട്സ്, നമ്മൾ ഹൈവേയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരു 50 കിലോമീറ്റർ വേഗത്തിൽ പോകാം. നാഷണൽ റോഡുകളിൽ നമുക്കൊരു 60 കിലോമീറ്റർ വേഗത വർദ്ധിപ്പിക്കാം. ദെൻ നമ്മൾ ഒരു 4 വരി പാതയിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വേഗത കിലോമീറ്റർ ഒരു 70 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാം. 2 വീലറുകൾ നമ്മൾ എത്ര വേഗത്തിലാണ് ഓടിക്കേണ്ടത്, അതിൻ്റെ സ്പീഡ് ലിമിറ്റ് എത്രയാണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഒരു മീഡിയം ഗുഡ് വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ സ്കൂളുകളുടെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു 30 to 40 കിലോമീറ്റർ വേഗതയിലും, സിറ്റിയിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു 50 to 65 കിലോമീറ്റർ വേഗതയിലും, ഹൈവേയിൽ 4 വരി പാതയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കൊരു 70 കിലോമീറ്റർ വേഗതയിലും നമുക്ക് വേഗത വർദ്ധിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേരളത്തിലുള്ള ഈ ലീഗലായിട്ടുള്ള ഈ സ്പീഡ് ലിമിറ്റ്സൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈ റൂൾസൊക്കെ പാലിച്ച് നമ്മളെല്ലാവരും മാക്സിമം ബൈക്ക് ഓടിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.